ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില വെച്ചിട്ട് ഒരു കുഞ്ഞു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് കറിവേപ്പിലയുടെ കുറച്ച് ഗുണങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോഷക ഗുണവും അതുപോലെ ഔഷധ ഗുണവും ഏറെയുള്ള ഒരു സംഭവമാണ് നമ്മൾ കറിവേപ്പില എന്ന് പറയുന്നത്. ഈ കറിവേപ്പില നമ്മളെ ദഹനത്തിനും അതുപോലെ കാഴ്ചശക്തി കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചിയാൽ നമ്മൾ എണ്ണ കാച്ചില്ല തലയിൽ തേക്കാനായിട്ട്, അത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചുമ്പോൾ നമ്മളെ തലയിലെ നിറയെ ഒരു പരിധി വരെ നമുക്ക് തടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി കറി കൂട്ടുമ്പോൾ ഒരിക്കലും അതിലത്തെ കറിവേപ്പില എടുത്ത് കളയാതെ ചവച്ചരച്ച് തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പം വാചകം നിർത്തി നമുക്ക് പാചകം തുടങ്ങിയാലോ? നമുക്ക് റെസിപ്പി ഉണ്ടാക്കുന്ന കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയുടെ പരിചരണം കൂടിയൊക്കെ നമുക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിന് പകരം നിങ്ങളെ കയ്യിൽ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ചീനച്ചട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ, ഒരു തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ അളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ എടുത്തോളുക. പിന്നെ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് വെക്കട്ടെ. ഇപ്പോൾ ഇന്നത്തെ തന്നെ ഫുള്ളായിട്ട് കഴിക്കാനായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു നോർമലായിട്ട് നമ്മൾ തേങ്ങ ചിരവിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ഒരു പൾസിൽ നമ്മൾ അടിച്ചു കൊടുക്കുമല്ലോ, ഒരു ക്രിക്ക് അത്രയും ഒരു ക്രിക്കിൽ അടിച്ചെടുത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടി ലെവലാക്കി എടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിത് ഇനി മിക്സിയിലിട്ട് ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് അടിക്കുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അടിച്ചെടുക്കണമെന്ന് ആവശ്യമില്ല, ഒരേ ലെവലിൽ തേങ്ങ കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചിരവിയത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ തേങ്ങയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമില്ലേ, അത് പോണ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഇങ്ങനെ കൈ എടുക്കാതെ അത് കരിഞ്ഞു പോവാതെ നോക്കുക, ഇങ്ങനെ വറുത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ നേരത്തെ കണ്ട ആ കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പിലെന്നതാ ഞാനൊരു കഴുകിയിട്ട് അരിപ്പയിൽ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറിവേപ്പിലയുടെ അളവ് എന്ന് പറയുന്നതും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തു കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ നമുക്കിതിൻ്റെ കൂടെ വറുത്തെടുക്കണം. അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പറമ്പിലാണ് ഈ കറിവേപ്പില നട്ട് വളർത്തുന്നതെങ്കിൽ നമ്മളിതിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ കറിവേപ്പില വളർത്താനായിട്ട്. അതുപോലെ നല്ല വെയിലും ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് ഞാൻ വെള്ളം കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം പുളിക്കുമല്ലോ, ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ വെള്ളം നാളേക്ക് പുളിച്ചിട്ടുണ്ടാവും. ആ കഞ്ഞിവെള്ളവും അതിന് ഇരട്ടി പച്ചവെള്ളം അതിൽ കൊഴിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ഇരുവശങ്ങളിലാണ്ട് തളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ കീടങ്ങളുണ്ടല്ലോ അതൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കുകയില്ല. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഈ കഞ്ഞിവെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതും ഞാനിങ്ങനെ വെള്ളം മിക്സ് ചെയ്തിട്ട്, സാധാ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ഇതൊക്കെ പറയുന്ന ഇടയിലും നമ്മളിവിടെ കറിവേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ തഴച്ചു വിടരാൻ ഈ ഒരു ചെറിയ വിദ്യകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം വേണം, എന്നാലേ നമ്മളെ മരം നന്നായിട്ട് വളരുള്ളൂ. അതുപോലെ നമ്മൾ ഇല നുള്ളണയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല നുള്ളുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇലകൾ മാത്രമായിട്ട് നുള്ളിയെടുക്കാതെ തണ്ടോടെ മുറിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച അങ്ങോട്ട് വേഗത്തിലാവും. അപ്പോൾ നമ്മൾ ഒരു തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് 3-4 തണ്ടുകളൊക്കെ വളരുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടികൾ ഉയരം വെക്കില്ല, അധികം ഉയരത്തിലാണ്ട് പോവാതെ നമുക്ക് കൈയെത്തുന്ന ഒരു പാകത്തിൽ തന്നെ നമുക്ക് ഇലകൾ നുള്ളാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മളെ വേപ്പിലയും തേങ്ങയൊക്കെ നല്ല ഡ്രൈ ആയി. ഇനി ഇതിലേക്ക് ഒരു കുരുമുളകാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ ഒരു കൈപ്പിടി അത്രത്തോളം ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടു, അതുപോലെ വേപ്പില ഇട്ടു, കുരുമുളക് ഇട്ടു. ഇനി ഇതിലേക്ക് പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം അങ്ങനെയൊക്കെ പറയില്ലേ, അത്രയുള്ള ആ ഒരു സൈസിൽ പുളിയും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ
വറുത്തെടുക്കാം എല്ലാം കൂടെ. അപ്പോൾ ആ വെള്ളത്തിന്റെ ഈർപ്പം പോണ വരെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇത് കൈയെടുക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് മറ്റുള്ള ചമ്മന്തിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണിത്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എപ്പോഴും എടുത്ത് കഴിക്കണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് മീനൊക്കെ ഇല്ലാത്തപ്പോൾ ഈ ഒരു ചമ്മന്തി എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടില്ല, വറുത്തത് ഇവിടെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെന്ത് ചെയ്യാം, നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കണം ചമ്മന്തി പൊടിക്കാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ കുറേശ്ശെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളതൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ മതി. ബൗളിൻ്റെ കുപ്പിയായിരിക്കും നല്ലത്, ഉടയാത്ത കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എത്ര കാലം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കിത് ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അതിനും കൂടുതൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല. ഞാൻ ഇത്രയും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരാഴ്ച ആകുമ്പോഴത്തേനും നമ്മളെ ചമ്മന്തി കാലിയായിട്ടുണ്ടാവും. അപ്പോൾ 1 മാസം വരെ എന്നൊക്കെ പറയാം. കാരണം നമ്മളിതിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് എടുക്കണുണ്ടല്ലോ, തേങ്ങയുടെ വെള്ളമൊന്നും തട്ടിക്കാതെ. അപ്പോൾ ദാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ്. ഇതിൻ്റെ പേര് എന്താന്ന് പറഞ്ഞാൽ വേപ്പില കട്ടി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഗ്ലാസിൻ്റെ ബൗളിലും ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പൊടിച്ചിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.